നമസ്കാരം. ഞാൻ ഡോക്ടർ ഇജാസ്. അൻസാർ ഹോസ്പിറ്റലിലെ ശ്വാസകോശ വിദഗ്ധനാണ്. ഇന്ന് മാർച്ച് 24 ലോക ട്യൂബർക്ലോസിസ് ദിനം, വേൾഡ് ടി ബി ഡേ. അതിന്റെ തീം എന്തെന്നാൽ യെസ് വി ക്യാൻ ഫൈറ്റ് ടി ബി ലെഡ് ബൈ കൺട്രീസ് പവർഡ് ബൈ പീപ്പിൾ. അതിനർത്ഥം നമ്മൾ ലോകമെമ്പാടും എല്ലാവരും ഒറ്റയ്ക്ക് നിന്നാൽ ഈ ടി ബി എന്ന മാരക അസുഖത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാം. എന്താണ് ട്യൂബർക്ലോസിസ്? അതൊരു സാധാരണ ഇൻഫെക്ഷനാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ വരുത്തുന്ന ഒരു ഇൻഫെക്ഷൻ. അത് നമ്മളെ ശ്വാസകോശത്തെ, ബ്രെയിനിനെ, എല്ലിനെ എന്ന പല നമ്മളെ അവയവങ്ങളെയും ബാധിക്കാം. നമ്മുടെ മുടിയും നഖവും ഒഴിച്ച് ഈ ബാക്ടീരിയ എവിടെ വേണമെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മാരകമായ അസുഖം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും അതിനെ കറക്റ്റായി ചികിത്സിക്കുകയും ചെയ്താൽ ഇത് പൂർണ്ണമായും മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. എന്താണ് ടി ബിയുടെ ലക്ഷണങ്ങൾ? പനി, അതായത് വൈകുന്നേരങ്ങളിലെ പനി, വിറയലോടുകൂടിയുള്ള പനി, ചുമ, ശ്വാസം മുട്ട്, ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരിക, വിശപ്പ് കുറവ്, വെയിറ്റ് കുറവ്, ഇതെല്ലാമാണ് ടി ബിയുടെ ലക്ഷണങ്ങൾ. അതായത് ഇത് ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴുള്ള ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ എല്ലിനെ ബാധിച്ചാൽ എല്ല് സംബന്ധമായിട്ടുള്ള വേദന, അവിടെ നീര് വരിക, പിന്നെ ബാക്കിയുള്ള പനി, ശ്വാസം മുട്ട്, പനി, വിശപ്പ് കുറവ്, വെയിറ്റ് കുറവ്, ഇതൊക്കെയാണ് മറ്റു ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് നേരത്തെ കണ്ടെത്തുകയും അതിന് ചികിത്സ തേടുകയും ചെയ്താൽ, അതായത് അതിന്റെ ചികിത്സ കുറച്ചധികം നാൾ നിൽക്കാം, 6 മാസം തൊട്ട് 12 മാസം വരെ ചികിത്സ ഉണ്ടാവാം. പക്ഷെ അത് പൂർണ്ണമായും എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും മാറ്റാവുന്ന ഒരു അസുഖം തന്നെയാണ്. ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അടുത്തുള്ള ശ്വാസകോശ വിദഗ്ധനെ കാണുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യണം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് പടരാതിരിക്കാനും അത് ഗുണം ചെയ്യും. നന്ദി.